ആനയിറങ്കൽ ഡാമിൻ്റെ അവിടം വരെയാണ് സർവീസ് പോകുന്ന സ്ഥലത്ത് വഴിയിൽ നമുക്ക് 4 സൈറ്റ് സീയിങ് പോയിന്റുകളിൽ വണ്ടി നിർത്തും. 4 ഫസ്റ്റിൽ നിർത്തുന്ന സിഗ്നൽ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്ക് ടി എസ്റ്റേറ്റ് വ്യൂ പോയിൻ്റാണ്. അതിനുശേഷം ലക്കാട് ഫോട്ടോ പോയിന്റ്, ഗ്യാപ്പ് റോഡ്, ഓറഞ്ച് പ്ലാന്റേഷൻ, ലാസ്റ്റ് ആനയിറങ്കൽ ഡാം. അങ്ങനെ 4 സ്ഥലങ്ങളിൽ വണ്ടി നിർത്തും. ഓരോ സ്ഥലത്തും നമുക്ക് 10 മിനിറ്റ് വെച്ച് വെയിറ്റിംഗ് ഉണ്ടാവും ഔട്ട്സൈഡ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാറിൽ KSRTCൻ്റെ റോയൽ വ്യൂ ഡബിൾ ട്രക്കിനകത്ത് കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കണ്ടല്ലോ, റോയൽ വ്യൂ ഡബിൾ ട്രക്കിനകത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ മൂന്നാറിലെത്തി. നേരെ മൂന്നാറിൽ വന്നു. പിന്നെ ഞങ്ങൾ അഡ്വാൻസായിട്ട് നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് മുകൾ ഭാഗം ഫുള്ളായത് കൊണ്ട് തന്നെ നമ്മൾ തായ് ഭാഗത്താണ് ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ബുക്ക് ചെയ്തു. നമ്മൾ വാഹനത്തിൽ യാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ വാഹനത്തിൻ്റെ ഉൾഭാഗത്തൊക്കെ കയറി നോക്കിയതാണ്. അപ്പോൾ താഴെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർ ഹെഡ് 200 രൂപയാണ് ആയിട്ടുള്ളത്. മുകളിലാണെങ്കിൽ പെർ ഹെഡ് 400 ആണ്. അപ്പോൾ നമുക്ക് അൺലക്കി, അതായത് നമ്മൾ വരുന്ന ദിവസം നമുക്ക് താഴെ മാത്രമായിരുന്നു ബുക്കിംഗ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ താഴെ 2 സീറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ആ മകളിതാ ഭയങ്കര ഹാപ്പിയാണ്. KSRTCൻ്റെ അകത്ത് കയറിയിരുന്നു ഭയങ്കര സന്തോഷിക്കും ബുക്കിംഗ്. കാരണം ഇങ്ങനെ ഡബിൾ ട്രക്കറിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ബസ്സിൻ്റെ അകത്തും പുറത്തുമായി ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ കാണുന്നതാണ് ബസ്സിൻ്റെ ഉൾഭാഗം, താഴ്ഭാഗത്തെ ഉൾഭാഗമാണ്. ഒരു സോഫ സെറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ക്യാബിൻ കാണുന്നത്. ബസ്സിൻ്റെ ക്യാബിനാണ്. അശോകൻ്റെ പവർഫുൾ എഞ്ചിനാണ്. അപ്പോൾ നമ്മളിതാ ബസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏറെക്കുറെ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗത്ത് സൈഡ് സോഫയാണ്. കയറി വരുന്ന ഭാഗത്തുള്ള സൈഡ് സോഫയാണ്. ബസ്സിൻ്റെ ടോപ്പിലെ ക്യാബിൻ തിരിച്ചു വരുന്ന ഇതേ റൂട്ടിൽ തന്നെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ മാത്രം എല്ലാ സ്ഥലങ്ങളിലും നിർത്തും. തിരിച്ചു വരുമ്പോൾ ത്രൂ ഔട്ട് പോരുകയാണ്. പിന്നെ ഈ വണ്ടിയിൽ ഫോട്ടോ എടുക്കുന്നവർ വണ്ടി ഓടുന്ന സമയങ്ങളിൽ നമുക്ക് വണ്ടിയുടെ പൊക്കം കൂടുതലൊക്കെ ആയതുകൊണ്ട് സാധാരണ ബസ്സിൽ പോകുന്ന പോലെയല്ല. അതുകൊണ്ട് സൈഡ് വിൻഡോയിൽ ഒന്ന് കയറി ഇരുന്ന് കയ്യും തലയൊന്ന് പുറത്തൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാണ്ടിരിക്കുക. ഓടുന്ന സമയത്ത് മാക്സിമം സീറ്റുകളിൽ തന്നെ ഇരിക്കുക. അതാണ് കംഫർട്ടബിൾ. നമ്മൾ റോയൽ വ്യൂവിൻ്റെ അകത്തുനിന്നുള്ള ടോപ്പ് എന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. അസാധ്യമായ വ്യൂ ആണ്. നമുക്ക് മൂന്നാറിൻ്റെ മുഴുവൻ ഭാഗവും കാണാൻ കഴിയും. കണ്ടല്ലോ. ഓടുന്ന സമയത്ത് നമ്മൾ ഈ സൈഡ് വിൻഡോയിൽ കയറി ഇരുന്നോ തല കൈയൊന്ന് പുറത്തേക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാണ്ടിരിക്കുക. super കൂടുതലാണ്. ലൈൻ കോപ്പുകൾ, കേബിള്, അതുപോലെ മരത്തിൻ്റെ ജില്ലകളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണം. നിർത്തി ഇടുമ്പോൾ നമുക്ക് എങ്ങനെ വേണം ചെയ്യാം. ഓടുന്ന സമയത്ത് ആ സ്റ്റെപ്പിൽ കൂടെ കയറി ഇറങ്ങാണ്ടിരിക്കുക. സേഫ്റ്റിയുള്ള ടൂറിലാണ്. അതൊന്ന് പണ്ട് ഇവിടെ മൂന്നാർ റെയിൽവേ ഉണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേൻ്റെ സിഗ്നൽ കൊടുത്തിരുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് ഇത് സിഗ്നൽ പോയിന്റ് എന്ന് അറിയുന്നത്. ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഡബിൾ ടക്കർ വ്യൂ ബസ് സിഗ്നൽ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റോളാണ് ഇവിടെ വണ്ടി നിർത്തുക. അങ്ങനെ പലരുടെ ഫോട്ടോസും വീഡിയോസും നമ്മളിതാ റോയൽ വ്യൂവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജകീയമായ കാഴ്ചകൾ എന്ന് പറയുന്നത് റോയൽ വ്യൂ എന്ന വാക്കിനെ അർത്ഥമാക്കുന്ന രീതിയിലുള്ള രാജകീയമായ കാഴ്ചകൾ തന്നെ KSRTCൻ്റെ ഡബിൾ ട്രക്ക് എടുത്ത് കാണാൻ പറ്റും. നമ്മൾ താഴെ എടുത്തത് കാരണം കൊച്ചിന് വെയിലും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ടാണ് താഴെ എടുത്തത്.
അപ്പോൾ താഴെ എടുത്താൽ നമുക്ക് ജസ്റ്റ് മേലേക്കൊക്കെ കയറി നോക്കാം. മേലെ നിന്ന് വ്യൂസൊക്കെ കണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കയറാൻ പറ്റില്ല. ഇപ്പോൾ 2-3 പേർക്കൊക്കെ താഴെ റൂം എടുത്ത ആളുകൾക്കൊക്കെ താഴെ സീറ്റ് എടുത്ത ആളുകൾക്കൊക്കെ മേലൊക്കെ കയറി നോക്കാം. നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ സിഗ്നൽ പോയിന്റ് കഴിഞ്ഞു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടാണ് റോയൽ വ്യൂ വന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട KSRTCയുടെ മന്ത്രി ഗണേഷ് സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ധാരാളം ഫോറിനേഴ്സും നമ്മളെ സ്വദേശീയരൊക്കെ ഈ യാത്ര വാഹനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നവർക്ക് മൂന്നാറിന് അടുത്തറിയാം. അത് മാത്രമല്ല നമുക്കൊരുപാട് ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. കാരണം നമ്മൾ മൂന്നാർ മുഴുവൻ വാഹനം ഓടിച്ച് അവശനാകേണ്ടി വരും. നമ്മൾ റോയൽ വ്യൂവിൻ്റെ സൈഡ് വ്യൂ ആണ് കാണുന്നത്. ടോപ്പിൽ നിന്ന് ബാക്കിൽ നിന്ന് എടുക്കുന്ന സൈഡ് വ്യൂ ആണ്. അധികം കൈയൊന്നും പുറത്തേക്ക് ഇടരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്കി ഷോട്ടാണ്. അപ്പോൾ കമ്പൊന്നുമില്ലാത്ത നല്ല പ്ലേസ് നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പൊതുവെ ലൈൻ കമ്പിയിലൊക്കെ തട്ടിയിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ബസ്സിൻ്റെ എൻജിൻ അശോക് ലേലൻ്റെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ സൗണ്ടില്ല വണ്ടി ഇങ്ങനെ കയറ്റം കയറുന്നത് ഭയങ്കര മൂളം. ആ ഒരു സൗണ്ട് പ്രത്യേക രസം തന്നെയായിട്ട് കേൾക്കാൻ. നിങ്ങൾ കേട്ട് നോക്കിക്കേ. ചക്രമുടി മലയെ കാണുന്നതിന് അതായത് കേരളത്തിലെ 2ാമത്തെ ഹൈലിസ്റ്റ്. ആനമുടി കഴിഞ്ഞാൽ 2ാമത്തെ. ആനമുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജമല ചക്രമുടി അല്ലേ? എൻട്രൻസ് ആണ്. ടോപ്പ് നമുക്ക് അപ്പുറം ചിലപ്പോൾ കാണാം. ഓക്കെ ഇവിടെ ജീപ്പ് മാത്രമേ ഉള്ളൂ, ട്രക്കിങ് മാത്രമേ ഉള്ളൂ. ജീപ്പ് ഈ മലൻ്റെ മേലേക്ക് ജീപ്പ് ഫോർവീൽ ജീപ്പ് കയറുമ്പോൾ ഫോറസ്റ്റിന്റെ പാസ്സാണോ ഇവിടെ കയറിപ്പോ അല്ലേ? ചക്രമുടി മല അല്ലേ? ഈ എസ്റ്റേറ്റാണ് ലക്കാട് ടീ പാർക്കാണ് അത് കാണുന്നത്. ലക്കാട് ടീ പാർക്ക്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് റോയൽ വ്യൂവിൻ്റെ ഡബിൾ ട്രക്കിൻ്റെ ടോപ്പിലെ ഫ്രണ്ട് സീറ്റിലുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മൂന്നാറിൻ്റെ കാഴ്ചകൾ ഏത് സീറ്റിൽ ഇരുന്നാലും വളരെ ഭംഗിയോട്ട് കൂടി കാണും. പക്ഷേ ഈ സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഒന്നും കൂടി വളരെ ക്ലിയർ ആയിട്ട് മൂന്നാറിനെ കാണാൻ കഴിയുക. അപ്പോൾ ആദ്യം എല്ലാവരും ഈ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. റോയൽ വ്യൂവിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. ചക്രമുടി മല. അപ്പോൾ നമ്മൾ കാണുന്നത് ചക്രമുടി മല എൻട്രൻസ് ആണ് കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ പാസും കാര്യങ്ങളൊക്കെ വേണം. ഇത് ഗൈഡൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ. ഇത് 3 മണിക്കൂർ നടക്കണം. ഇത് ജീപ്പ് ട്രാക്കിംഗ് ഉണ്ടോ അങ്ങോട്ട്? പ്രത്യേകിച്ച് അതുണ്ടായിരുന്നുണ്ടല്ലേ? 3 മണിക്കൂർ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചക്രമുടി മല വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാപ്പ് റോഡിൽ എത്തിയിരിക്കുകയാണ്. മുട്ടുകാട് ബൈസൺ വാലി രാജകുമാരി പ്ലേസാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മുട്ടുകാട് ബൈസൺ വാലി രാജകുമാരി ആണ് നമ്മൾ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പിന്നെ റോക്ക് കേവ് ആണ് കാണുന്നത്. കണ്ടോ? റോക്ക് കേവ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റോക്ക് കേവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അതായത് നമ്മളെ അപ്പോൾ നമ്മൾ റോയൽ വ്യൂ ബസ് റോക്ക് കേവിൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കാര്യമായിട്ടൊന്നുമില്ല, കുറേ ഇടുങ്ങിയ സ്ഥലം കാണാം. പിന്നെ അത് മാത്രമല്ല ഭയങ്കര വൃത്തിഹീനമായ സ്ഥലമാണ്. ഇപ്പം നമുക്കറിയില്ല മലയാളികളുടെ സ്വഭാവം. നമ്മൾ റോക്ക് കേവിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ പ്രശ്നം എന്നറിയോ? ഭയങ്കര യൂറിൻ സ്മെല്ല് ചെയ്യുന്നു. പിന്നെ അതേപോലെ വവ്വാലിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തവർ കയറാൻ നിൽക്കിയത് കാര്യമായിട്ടൊന്നുമില്ല. ഈ കാണുന്നതൊക്കെ തന്നെ റോക്ക് കേവിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ ജസ്റ്റ് ബസ് നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റോയൽ വ്യൂ അവരെ പാക്കേജിൽ പറഞ്ഞ സ്ഥലം ആയതുകൊണ്ട് അവർ സിഗ്നൽ പോയിൻ്റ് എടുത്ത് നിർത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. ഓക്കെ. സൗത്ത് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മൂന്നാറിൻ്റെ അതിഗംഭീരമായ പ്രകൃതി ഭംഗിയാണ് ഈ കാണുന്നത്. അപ്പോൾ റോയൽ വ്യൂ നിന്ന് എടുത്ത ഈ വീഡിയോ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട ഒരു വീഡിയോകളിലൊന്നാണ്. കാരണം ഇപ്പോൾ ഈ മൂന്നാറിൻ്റെ ഈ തേയിലക്കുന്നുകൾ നിൽക്കുന്നത് കണ്ണൻദേവൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ കയ്യിലാണെന്ന് ഇവരെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ സർക്കാരും നമ്മളെ ബന്ധപ്പെട്ട ഗവൺമെൻറ്റും ഈ മൂന്നാറിനെ അതിസുന്ദരിയാക്കാൻ ഒന്നും കൂടി ടൂറിസം മേഖല ഉൾപ്പെടുത്തിയാൽ മൂന്നാർ വളരെ അതീവ സുന്ദരിയായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.
അപ്പോൾ നമ്മളിതാ ബസ് ഓറഞ്ച് പ്ലാന്റ് വ്യൂ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. KSRTCൻ്റെ ഓറഞ്ച് പ്ലാന്റ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ബസ്. അപ്പോൾ നമ്മൾ ആനയിറങ്കിൽ എത്തിയിരിക്കുകയാണ്. ആനയിറങ്കിൽ ബോട്ടിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് പോയിന്റാണ് ആനയിറങ്കൽ ഡാം. ആനയിറങ്കലിലാണ് ലാസ്റ്റ് പോയിന്റ്. വണ്ടി അപ്പുറത്ത് പോയി തിരിച്ചു വരികയല്ലേ? അപ്പോൾ നമ്മൾ ആനയിറങ്കൽ ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ബസ് ഇത് അപ്പുറത്ത് പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെയധികം അതിമനോഹരമായ യാത്ര തന്നെയാണ് കേട്ടോ നമുക്കിത് ഈ റോയൽ വ്യൂ ബസ് തരുന്നത്. അതുമാത്രമല്ല ഈ റോയൽ വ്യൂ ബസ്സിൽ നമുക്ക് യാത്ര ചെയ്താലുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏക ഗുണം എന്താ വെച്ചാൽ നമ്മൾ സ്വയം വാഹനം ഓടിച്ച് മൂന്നാറിൽ വാഹനം ഓടിച്ച് ബോറിംഗ് അങ്ങ് ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മളെ KSRTCൻ്റെ ഈ ട്രാവൽ പാക്കേജിൽ റോയൽ വ്യൂ ബസ്സിൽ ഡബിൾ ട്രക്ക് ബസ്സിൽ അവർ പറഞ്ഞ പ്ലേസ് പറഞ്ഞാൽ ക്യാപ് റോഡിലെ 4 കിടിലൻ ലൊക്കേഷനായിരുന്നു. ആ 4 ലൊക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞ് ബസ് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൻ്റെ അകത്തെയും പുറത്തെയും കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ നേരെ കാർ ഇവിടെ കൊണ്ടുവന്ന് സൈഡാക്കുക. എന്നിട്ട് KSRTCൻ്റെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ബസ്സിൽ യാത്ര ചെയ്യുക. കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്നവന് എപ്പോഴും മൂന്നാർ, കൊടൈക്കനാൽ, ഊട്ടി വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഫാമിലിയായി വരുന്നവരൊക്കെ തീർച്ചയായും ഈ KSRTCൻ്റെ ഈ റോയൽ വ്യൂ ഡബിൾ ട്രക്ക് ബസ്സിലെടുത്തിട്ട് ഒന്ന് യാത്ര ചെയ്യുക. മൂന്നാറിനെ വേറെ ലെവലിൽ വേറെ രീതിയിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് വാഹനത്തിൽ ഇതങ്ങനെ പോകുമ്പോൾ പല ആളുകളും നമുക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ പല ആളുകളും നമ്മളെ വാഹനത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ ബസ് ഡബിൾ ട്രക്ക് ബസ് കാണാൻ വളരെയധികം ഭംഗിയാണ്. പല ആളുകളും നമുക്ക് കൈവീശി ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ മൂന്നാറിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് നമ്മളിതാ ബസ് നേരെ നമ്മുടെ ടിപ്പോയിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തായാലും മൂന്നാർ വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ KSRTCൻ്റെ എൻ്റെ ആനവണ്ടി അല്ലെ KSRTC സ്വിഫ്റ്റിലോ കയറിയിട്ട് ഈ ബസ്സൊന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാറിലേക്ക് വരുന്ന ഈ യാത്ര അതിഗംഭീരമാക്കുക, അടിപൊളിയാക്കുക. പിന്നെ അതുമല്ല നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മൂന്നാർ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മുഴുവനായിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് വരുന്നവർ ഈ KSRTCൻ്റെ ഈ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റോയൽ വ്യൂ ഡബിൾ ട്രക്കിൽ യാത്ര ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യാത്രാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു കിടിലൻ യാത്രാ വീഡിയോയുമായി എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം നിയാസ് അഹമ്മദ് സൈനിങ് ഓഫ് എൻ ട്രാവൽ.